അല്ലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി പുറത്തും മുഖ്യമന്ത്രി പുറത്തും, അതായത് ദേവസ്വം മന്ത്രി പുറത്ത്, ക്യാമറ കണ്ണുകൾ മിഴിചിമ്മിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുറത്ത്, തന്ത്രി അകത്ത്. ഇതൊക്കെ വരാൻ പോകുന്ന നാളുകളിൽ കേസന്വേഷണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ആരൊക്കെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ശ്രീമാൻ ജയകുമാർ അതീവ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. വലിയ തീവട്ടിക്കൊള്ളക്കാരുടെ കൂടെയാണ് അന്തിയുറക്കം. അത് വയസ്സുകാലത്ത് അദ്ദേഹത്തിന് ധാരാളം പേരുദോഷമുണ്ടാക്കും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. കേരളത്തിൻ്റെ ഖജനാവിലെ, ഇത് ദേവസ്വം ബോർഡിലെ ഖജനാവിലെ പണമെടുത്തുകൊണ്ട് നടത്തിയ ധൂർത്താണെങ്കിൽ, നമ്മുടെയൊക്കെ നിങ്ങൾക്കും എനിക്കും അവകാശപ്പെട്ട സ്വത്ത് എടുത്തുകൊണ്ട് 20 കോടി രൂപ എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സർവേ ടീമിനെ ഇറക്കാൻ തീരുമാനിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെയൊക്കെ നികുതിപ്പണം എടുത്തുകൊണ്ട് എന്തെല്ലാം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുമോ എന്ന് കൂടിയാണ് ഈ സമൂഹം ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ടത്.